ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു, നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എനിക്ക് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ നിന്ന് സംസാരിക്കുന്ന സ്ഥലത്തിൻ്റെ പറ്റി പറയുക, UAE വേറെ സ്ഥലത്തിന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന്. കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഒക്കെ എൻ്റെ വീട്ടിൻ്റെ സറൗണ്ടിങ്ങിലുള്ള പ്ലേസിൽ മാത്രമേ ഞാൻ ഇന്ന് എടുക്കണുള്ളൂ. എനിക്ക് വീട്ടിൽ 2 ചെറിയ കുട്ടികളുള്ള കാരണം പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് നോർമലായ ശേഷം ഞാൻ UAE എല്ലാ സ്ഥലത്തിനും പോയി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അവിടെ നിന്ന് സംസാരിച്ചിട്ടായിരിക്കും നെക്സ്റ്റിൽ എൻ്റെ പാചക വീഡിയോകൾ വരിക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ട അല്ലെങ്കിൽ അണ്ടിപ്പുട്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നു മാംഗ്ലൂർ സ്പെഷ്യൽ എന്ന്. അപ്പോൾ ഇന്ന് മാംഗ്ലൂരും കേരളം സ്പെഷ്യലായ അരിയുണ്ട ഈസി ആയിട്ടും സോഫ്റ്റായിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 2 കപ്പ് മട്ടരി കൈ ഊറ്റിയെടുത്തതാണ്. അത് നല്ലോണം വറുക്കണം. ഞങ്ങൾ ഒരു 10-20 മിനിറ്റോളം വറുക്കണം. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി, ഫ്ലെയിം കൂടാൻ പാടില്ല. ഒരു 20 മിനിറ്റോളം വറുക്കണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം വറുക്കണത് ശരിയാവുന്നുണ്ടോ എന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം. ഒരിക്കലും പകുതി നല്ല ഫ്ലഫി ആയി വന്നിട്ട് പകുതി ഫ്രൈ ചെയ്യാതെ ഉണ്ടാവരുത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പച്ച ഇങ്ങനെ കടിച്ച് വരും, അങ്ങനെ ആവും. അപ്പോൾ ഫ്ലെയിം ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂം ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. കാഷ്യൂ മാത്രം എടുത്താലും ആൽമണ്ട്സ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും നല്ലോണം ഫ്രൈ ചെയ്യുക. എണ്ണ ഒഴിക്കരുത്, നല്ല ഉണങ്ങിയ പാത്രം വേണം. ഇത് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ദിവസം വെക്കാനുള്ളത് കൊണ്ട് വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. ഫ്ലെയിം 2 ഓഫ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കണം. ഇത് നിർബന്ധമാണ്. ചൂടോട് കൂടി ഒരിക്കലും മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. അരിൻ്റെ ചൂടും മിക്സിൻ്റെ ഗ്രൈൻഡ് ചെയ്യുന്ന ചൂടുമായിട്ട് ടോപ്പ് ഞങ്ങളെ മുഖത്ത് കടിക്കും. പിന്നെ ഞങ്ങളെ ദേഹം പൊള്ളും, അടുക്കലൊന്നാകെ വൃത്തികേടാവുകയും ചെയ്യും. അരിയുണ്ട ചെയ്യാൻ പോയിട്ട് ഡബിൾ പണിയാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കണം. അതിന് ശേഷം ഇത് നല്ല ഫൈനായി പേസ്റ്റ് ചെയ്യണം. നല്ല പൊടിയണം, തരിത്തരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല, നൈസായി പൊടിയണം. അത് ഞാനൊരു വലിയ പാത്രമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് വലിയ പാത്രം വേണം. പിന്നെ ഇങ്ങനത്തെ ഒരു 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഒരു 250 ഗ്രാം ഉണ്ടാവും. പിന്നെ എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചുണ്ടായിരുന്നു, അതാണ് ആ ബ്രൗൺ കളറ്. അതും പിന്നെ ഒരു അരമുറി തേങ്ങ. അതിന് 1 മുറി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തേങ്ങ എത്ര ഇഷ്ടമോ അങ്ങനെ എടുത്താൽ മതി. കൊപ്പറൊന്നും വേണമെന്നില്ല, തേങ്ങ മതി. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഞാൻ പൊടിയെടുത്തിട്ടുണ്ട്. ഏലക്കാണെങ്കിലും വലിയ വിരോധമൊന്നുമില്ല. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിച്ചെടുക്കാൻ പാടില്ല. തേങ്ങൻ്റെ വെള്ളം മാത്രം അതിങ്ങനെ ആവും. പാക്കൊന്നും ചെയ്യണമെന്നില്ല, ശർക്കര ഉരുക്കിയെടുക്കണമെന്നൊന്നുമില്ല. മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം മതി. എന്നിട്ട് നല്ലോണം കൊഴിച്ച് കൊടുക്കണം. അതായത് അരിയും ഈ മിക്സ്ചറും നല്ലോണം രണ്ടും യോജിക്കണം. അതിൻ്റെ മോയ്സ്ചർ കൊണ്ടാണ് ഞങ്ങൾ ഈ ലഡ്ഡു ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ഒരു ഈ പരിവാവും. ഇടയ്ക്കിടയ്ക്ക് ഒരു ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഡ്രൈ ഉണ്ടാവില്ല, അത് മാത്രം മതിയാവും നമുക്ക് ഉണ്ട കെട്ടാണ്. എന്നാലും ഒരു നല്ലൊരു ഫ്ലേവർക്ക് വേണ്ടി ഒരു 2 ടീസ്പൂണോ നിങ്ങൾക്ക് എത്ര നെയ്യ് ഇഷ്ടമുണ്ട് അത്ര ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഫ്രൈ ചെയ്ത കാഷ്യോ ബദാമോ അല്ലെങ്കിൽ കറുത്തെല്ലോ വെളുത്തെല്ലോ കരിഞ്ചീരകോ എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല, നിങ്ങൾക്ക് ഇഷ്ടമാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് വേണം ലഡ്ഡു ഉണ്ടാക്കണം, ഉണ്ട കെട്ടാൻ നല്ല ടൈറ്റായിട്ട്. ബട്ട് നിങ്ങൾ ടൈറ്റ് ആവുന്നത് കൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അതങ്ങനെ ടൈറ്റായി കെട്ടുന്നത് കൊണ്ട് അത് പൊടിഞ്ഞു പോവില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഉണ്ട കെട്ടുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾ വീട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കണത് ഇങ്ങനെ കോരി കഴിക്കാനാണ്. ബട്ട് എനിക്കങ്ങനെ കോരി കഴിക്കുമ്പോൾ തരിപ്പ് പോണ കൊണ്ടാണ് ഞാൻ ഉണ്ട കെട്ടണത്. അപ്പോൾ ഉണ്ട കെട്ടലാണ് നല്ലത്. കുട്ടികളെല്ലാവരും ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്, തരിപ്പ് പോവും. അപ്പോൾ ഉണ്ട കെട്ടി വെക്കണം. ഒരു 1-1.5 മാസം ഒന്നും ആവില്ല. വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പുറത്തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഗൾഫിലുള്ളവർ ഉണ്ടാക്കുകയാണെങ്കിൽ AC ഓൺ ഉള്ള സ്ഥലത്ത് വെക്കരുത്. ഇത് ഒരു ടൈറ്റായ പാത്രത്തിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിലും ഹാളിൽ ബെഡ്റൂമിലൊന്നും വെക്കാൻ പാടില്ല. ഇത് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് കിച്ചണിൽ തന്നെ വെക്കാൻ പാടുള്ളൂ. എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.